പീച്ചി ഡാം റിസർവോയർ അപകടത്തിൽ മരണം 3ആയി. പട്ടിക്കാട് സ്വദേശി 16 വയസ്സുള്ള എറിനാണ് ഇന്ന് മരിച്ചത്. വെള്ളത്തിൽ മുങ്ങിയ മറ്റു 2 കുട്ടികൾ നേരത്തെ മരിച്ചിരുന്നു. സൂരജ് സജി തൃശ്ശൂരിൽ നിന്നും ഈ സങ്കടകരമായ വാർത്തയുമായി ടെലിഫോണിൽ ചേരുകയാണ്. സൂരജ് സജി, എന്താ സംഭവിച്ചത്? എപ്പോഴായിരുന്നു മരണം? പ്രതീക്ഷകൾ വിഫലമാകുന്ന ഒരു നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ 4 കുട്ടികളാണ് കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം ഈ പീച്ചി റിസർവോയറിൽ വീഴുന്നത്. പിന്നീട് ഇന്നലെ 2 കുട്ടികളുടെ മരണം സംഭവിക്കുകയും ചെയ്തു. പക്ഷേ എറിനും നിമയും ജീവിതത്തിലേക്ക് മടങ്ങി വരുന്ന ഒരു ഇന്നലെ മുതൽ തന്നെ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. കാരണം ഇവരുടെ പൾസ് വീണ്ടെടുക്കുന്നു. 2 കുട്ടികളുടെ ജീവൻ നഷ്ടമായപ്പോഴും ഇവർക്ക് പിടിച്ചു നിൽക്കാനായത് ഒരു പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതായിരുന്നു. പക്ഷേ ഇന്ന് 7:45 കൂടിയാണ് എറിൻ മരിച്ചത് എന്നുള്ളതാണ് ജൂബിലി മിഷൻ ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ എറിന്റെ ആരോഗ്യസ്ഥിതിയിൽ വലിയ ആശങ്കയുണ്ടെന്ന മെഡിക്കൽ ബുള്ളറ്റിനും ജൂബിലി മിഷൻ പുറത്തിറക്കിയിരുന്നു. അതായത് ആന്തരിക അവയവങ്ങളുടെ അടക്കം പ്രവർത്തനം ഉച്ചയോടുകൂടി പൂർണ്ണമായും നിലയ്ക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. പിന്നീട് വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയായിരുന്നു എറിന്റെ ജീവൻ നിലനിർത്തി വന്നിരുന്നത്. അതിനിടയിലാണ് 7:45 കൂടി മരണം സംഭവിക്കുന്നത്. നേരത്തെ, അതായത് ഇന്നലെ ആൻഗ്രേസ്, അലീന എന്നിവർ ഈ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ നിമയുടെ വീട്ടിൽ ഇവർ പെരുന്നാൾ ആഘോഷിക്കാൻ എത്തുന്നത്. നിമയുടെ സഹോദരി ഇവരുടെ സഹപാഠിയാണ്. അങ്ങനെ ഇവർ ഈ പെരുന്നാൾ ആഘോഷിക്കാൻ എത്തുന്നു. ഈ പെരുന്നാളിന്റെ ഭാഗമായി ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചാണ് ഇവർ റിസർവോയറിൽ എത്തുന്നത്. പിന്നീട് ചിത്രങ്ങൾ പകർത്തുന്നതിനിടയിൽ കാൽ വഴുതി ഒരാൾ വെള്ളത്തിൽ വീഴുകയും രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ 3 പേർ വീണ്ടും വെള്ളത്തിലേക്ക് അകപ്പെടുകയും മുങ്ങിത്താഴുകയുമായിരുന്നു. പക്ഷെ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനമായിരുന്നു അവിടെ നടന്നത്. 15 മിനിറ്റിനുള്ളിൽ ഇവരെ എല്ലാവരെയും രക്ഷിക്കാനായി 1 കിലോമീറ്ററിനപ്പുറത്ത് ആംബുലൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ വേഗത്തിൽ രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കി ഈ 4 പേരെയും ആശുപത്രിയിൽ, ജൂബിലി മിഷൻ ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചു. അതിനുശേഷം ഇവരുടെ പൾസ് ഉൾപ്പെടെ വീണ്ടെടുത്തത് നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന വാർത്തകളായിരുന്നു. പക്ഷേ 2 പേർ മരണത്തിന് കീഴടങ്ങി. അപ്പോഴും എറിൻ ഇന്ന് വരെ പിടിച്ചു നിന്നത് വലിയ പ്രതീക്ഷകൾ നമുക്ക് സമ്മാനിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആ പ്രതീക്ഷകളെല്ലാം വിഫലമാക്കിക്കൊണ്ട് എറിനും ഇപ്പൊ ജീവിതത്തോട് വിട പറഞ്ഞിരിക്കുന്നു. ഇനി നിമ മാത്രമാണ് നിലവിൽ ചികിത്സയിൽ തുടരുന്നത്. നിമ വെന്റിലേറ്ററിലാണ് തുടരുന്നത്. നിമയുടെ ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതി കാണിക്കുന്നത് നമുക്ക് ആശ്വാസകരമായി പറയാവുന്നതുമാണ്. ഓക്കെ, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ആ പെൺകുട്ടിയുടെ മരണം നമ്മൾ പ്രതീക്ഷിച്ചില്ല. പട്ടിക്കാട്ടെ 16 വയസ്സുള്ള എറിനാണ് ഇപ്പോൾ മരണത്തിന് കിടങ്ങിയത്. വെള്ളത്തിൽ മുങ്ങിപ്പോയ മറ്റു 2 പേരും നേരത്തെ മരിച്ചിരുന്നു. ഇത് 3ാമത്തെ കുട്ടിയാണ്. ഒരു കുട്ടി ഇപ്പോൾ ജൂബിലി മിഷൻ ആശുപത്രിയിൽ തൃശ്ശൂരിൽ ചികിത്സയിലാണ്. എന്തായാലും ആ കുടുംബത്തിന് എങ്ങനെ താങ്ങാൻ കഴിയുമെന്ന് അറിയില്ല. ഈ 3 കുടുംബാംഗങ്ങൾക്കും നമ്മൾ വൈകിയാണെങ്കിലും ആദരാഞ്ജലികൾ അറിയിക്കുകയാണ്.